ഷറഫ് സ്ക്രിപ്റ്റിൽ കറക്ഷൻ ഉണ്ട്. ഷറഫോട് തന്നെ ഇരിക്കാന്ന് വെച്ചു. ചേട്ടാ, നമ്മുടെ നായകൻ തറവാട്ടിൽ ജനിക്കുന്ന നായകനെ നമ്മളിപ്പോ ഒരു സർക്കാർ ഹോസ്പിറ്റലിലോട്ട് പ്ലേസ് ചെയ്യാൻ ഓക്കെ. നീണ്ട 20 വർഷത്തിന് ശേഷം നായകൻ തിരിച്ചു നാട്ടിലേക്ക്. നായിക അപ്പോ ജില്ലാ കളക്ടർ. ഭയങ്കര ചൂടല്ലേ? ചൂട് സമയത്ത് നമ്മൾ ഒരുപാട് വെള്ളം കുടിക്കണം. അതെ അതെ. തണുത്തുള്ള നല്ല ഇരിക്കണം. നോമ്പാണ്. ഓ, നോമ്പാണ്. നോമ്പ് ഞാൻ വിചാരിച്ചില്ല, മറന്നുപോയി ആ കേസേ. നോമ്പ് മാസമല്ലേ. നമുക്ക് ഈ ചൂട് സമയത്ത് ഒരുപാട് വെള്ളം കുടിച്ചില്ലാന്നുണ്ടെങ്കിൽ ബോഡി കൊണ്ട് ഡീഹൈഡ്രേറ്റഡ് ആവും. അതെ, സത്യം. പിന്നെ പല അസുഖങ്ങൾ വരും. ട്രോപ്പിക്കാൻ വല്ല ഇരിക്കണം. നോമ്പാണ്. നോമ്പാണ്, ഓർമ്മിച്ച. ചേട്ടാ, നായികയുടെ തറവാടും നായകന്റെ തറവാടും തമ്മിൽ തർക്കമാണ്, അതിർത്തി തർക്കമാണ്. അപ്പോഴാണ് നായകന് പട്ടാളത്തിലേക്ക് ജോലി കിട്ടുന്നത്. നായകനെ ഓൾറെഡി ജില്ലാ കളക്ടർ എഴുതില്ലേ? ഈ വിഷയങ്ങൾ ഇപ്പൊ നടക്കണോണ്ടേ ഈ ഫുഡൊക്കെ കിട്ടാൻ നമുക്ക് പാടല്ലേ. ഗ്യാസിന്റെ വിഷയമൊക്കെ നടക്കുന്നോണ്ടേ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഈ ചോറൊക്കെ ഇപ്പം വീട്ടിൽ നിന്ന് പൊതിഞ്ഞോണ്ട് വരുമോ ഷൂട്ടിന്? കുക്കുണ്ട്, പിന്നെ നമ്മൾ വിറകെടുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പൊരിച്ചമിന്റെ എണ്ണ വല്ല ഇരിക്കണം. ചന്ന ഭട്ടൂര, ക്ലച്ച് കേബിൾ, ഇൻസുലിൻ ഇരിക്കണ. നിങ്ങളുടെ കൂടെ വന്നവനാന്ന് വിചാരിച്ചാ മിണ്ടായിരുന്നത്. നമ്മളോടെ ഞാൻ വിചാരിച്ച ഷറഫിനോട് വന്നിരിക്കുന്നു. ഇവനാ? അപ്പൊ നിങ്ങൾ മൂന്ന് ഒരുമിച്ച് വന്നേ അല്ലേ? ഞാൻ വിചാരിച്ച പ്രൊമോഷന്റെ കേസിൽ വന്നായിരിക്കും. ചേട്ടാ, സിനിമ 26-ാം തീയതി ഇറങ്ങിയല്ലേ? മാർച്ച് 26-ന്. പ്രതിച്ഛായ എന്നാണ് സിനിമയുടെ പേര്. പ്രതിച്ഛായ. നിവിൻ പോളി നായകനാവും. ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്തു. കാണില്ലേ നിങ്ങൾ? ഉറപ്പായിട്ടും കാണും. ഓക്കെ, ഷൂട്ടിംഗ് നിർത്തി വെച്ചാണെങ്കിലും പോയി കാണണം കേട്ടോ. എന്നാലും ഇവരൊക്കെ സെക്യൂരിറ്റി ബൗൺസേഴ്സ് ആരും ഇല്ലേ ഇപ്പൊ? കക്ക അറച്ചിരിക്കണ. ഇനി ഞാൻ പറയും, സാർ കേൾക്കും.